അള്ളാഹുവിൻ്റെ ഖുർബത്ത് ലഭിക്കുന്ന വസീലയാണ്, തവസ്സുലാണ്, പാപമോചനം തേടുക. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബു അൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധി പ്രാപിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. നജ്വയുടെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനിടയിൽ ഒരു ഹദീസ് പ്രസിദ്ധമായിരുന്നു. നജ്വയുടെ ഹദീസ് എന്താ? നജ്വ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് ഒറ്റയ്ക്ക് സംസാരിക്കലാണ്. മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഒരാളെ പ്രത്യേകം പരിഗണിച്ച് സംസാരിക്കുന്നതിനാണ് നജ്വ എന്ന് പറയുന്നത്. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അങ്ങനെ ഒരു സംഭാഷണമുണ്ട് അള്ളാഹും അടിമകളും തമ്മിൽ. ഈ ഹദീസിനെ കുറിച്ച് സഫ്വാൻ ഇബ്നു മുഹ്രിസ് അൽ മാസിനി റളിയല്ലാഹു തആല അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതൊന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു അടിമയുടെ തൊട്ടടുത്തേക്ക് വരും. ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു, ഒരു പ്രത്യേക മറ കൊണ്ട് ഈ അടിമയെ മറ്റുള്ളവരിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തുന്നതാണ്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂല. അവരെ മറ്റെല്ലാ സന്ദർഭത്തിലും കാണും, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക മറ അള്ളാഹു ഈ അടിമക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് ഈ വ്യക്തിയോട്, അതഅരിഫു ദംബകദ അതഅരിഫു ദംബകദ, നീ ഇന്നാലിന്ന ദിവസം ചെയ്ത ഈ തിന്മകളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഈ വ്യക്തി ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു ഇങ്ങനെ എടുത്തു പറയും. നഅം ഐ റബ്ബ്, അതേ റബ്ബേ, ഈ തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബി വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക്, ഈ തിന്മകളൊക്കെ ആ വ്യക്തി അംഗീകരിച്ചിട്ട് മനസ്സിൽ പറയാണ്, കഴിഞ്ഞു, എൻ്റെ കഥ കഴിഞ്ഞു. കാരണം അള്ളാഹു ചോദിക്കല്ലേ, ഈ തെറ്റുകളൊക്കെ നീ ചെയ്തിട്ടില്ലേ, ഞാൻ നശിച്ചത് തന്നെ എന്ന് ആ വ്യക്തി മനസ്സിൽ പറയുമ്പോൾ അള്ളാഹു പറയും, സതർതുഹാ അലൈക ഫിദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് ഞാനതൊക്കെ മറച്ചു വെച്ച് തന്നു. ആരും അറിഞ്ഞില്ല നിന്റെ പാപങ്ങൾ. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് നിനക്ക് ഞാനത് പുറത്തു തരികയാണ്, ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തരികയാണ്. ഫയുഅതാ കിതാബ ഹസനാതിഹി, ആ വ്യക്തി ചെയ്ത നന്മകളുടെ രേഖയാണ് പിന്നീട് വലത് കൈയിൽ കൊടുക്കുന്നത്. നീ ചെയ്ത ഒരുപാട് നന്മകൾ വേറെയുണ്ട്, ഇതാ ആ നന്മയുടെ കിതാബ്. നിന്റെ പാപങ്ങളൊക്കെ നിന്റെ ഇസ്തിഗ്ഫാർ കൊണ്ടും സൽക്രമങ്ങൾ കൊണ്ടും നിനക്ക് ഞാൻ മായ്ച്ചു തന്നിരിക്കുന്നു. അവിടെ ഒരടിമയുടെ അടുക്കലേക്ക് അള്ളാഹു വരുമെന്ന, അള്ളാഹു ആ അടിമയുടെ അടുക്കലേക്ക് വരും, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി. അതിനേക്കാൾ വലിയ ഖുർബത്ത്, പാപിയെ പോലും വലയം ചെയ്യുന്ന ആ ഖുർബത്ത് എന്താണ്? ആ മഅയ്യത്ത് എന്താണ്? അതിന് കാരണമായി തീരുന്നത് എന്താണ്? അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, തൗബ വർദ്ധിപ്പിക്കുക.